അനുകൂലിക്കുന്നതും ആയിത്തീരും. രാഗത്തിനും ദ്വേഷത്തിനും ഒരു മാനബിന്ദുവേ ഉള്ളൂ. ആ അധർമ്മമെല്ലാം നാം പേറുക എന്നുള്ള മാനബിന്ദു. മറ്റൊരു മാനബിന്ദുവിനെയാണ് ദർശനങ്ങൾ അന്വേഷിച്ചത്. ഈ രാഗത്തിന്റെയും ദ്വേഷത്തിന്റെയും അപ്പുറം വേറൊരു മാനബിന്ദു ഉണ്ടോ? എല്ലാ ദ്വന്ദ്വങ്ങളിലും പരസ്പര ദ്വന്ദ്വികളായ എല്ലാ അംശങ്ങളും തന്റെ തന്നെ ഉള്ളിൽ വെച്ച് അപഗ്രഥിച്ചിട്ട് ദ്വന്ദ്വങ്ങളില്ലാത്ത ഒരു ഭൂമികയുണ്ടോ? കർമ്മങ്ങളുടെ, ബഹിരംഗ സാധനയുടെ, ബഹിർയോഗത്തിന്റെ, ഇന്ദ്രിയപരതയുടെ ലോകങ്ങളിൽ ഹേതുവും സ്വരൂപവും ഫലവും നിർണയിക്കുമ്പോൾ അതിനെ ആലോചിച്ചിട്ട് എൻ്റെ ഈ ജന്മത്തിലെ ഈ ശരീരത്തോടു കൂടിയുള്ള ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തിൽ, ഈ സാഹചര്യങ്ങളിൽ, ഈ ചുറ്റുപാടുകളിൽ, ഈ പ്രകൃതിയിൽ എന്നിലുളവായ ആഗ്രഹങ്ങളിൽ ഈ നിലയിൽ ചെയ്യാൻ പറ്റാത്തവയ്ക്ക് വേണ്ടിയുള്ള പുത്തനായ ഒരു ശരീരത്തിനോടുള്ള കാംക്ഷ വർദ്ധിക്കുകയും ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന കർമ്മങ്ങൾ അസ്തമിച്ചു എന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നൊരു വേളയിൽ ഒട്ടൊക്കെ സ്വേച്ഛയ, ഒട്ടൊക്കെ അനിച്ഛയ എന്റെ ഈ സ്ഥൂല ശരീരത്തെ വലിച്ചെറിഞ്ഞ് എന്റെ കർമ്മകലാപങ്ങളുടെ സ്മരണകളുമായി മറ്റൊരു സ്ഥൂല ശരീരത്തെ ഞാൻ തേടി അലയുമ്പോൾ അതിന്റെ സർജനം നടത്തിയ ഏതോ ഔഷധങ്ങളോട്, അതിനെ സർജീകരിച്ച ഏതോ സ്ത്രീ പുരുഷന്മാരോട് എന്റെ ഈ ആഗ്രഹത്തെ, എന്റെ ഈ കാമനകളെ, എന്റെ ഈ ഭാവങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മാത്രം സ്ഥൂലമായി ചെയ്തു തീർക്കാവുന്ന ഈ കർമ്മങ്ങൾക്ക് വേണ്ടി എവിടെയോ ചേരാനിരിക്കുന്ന ആ സ്ത്രീ പുരുഷന്മാരുടെ ചേർച്ചയിൽ അവർ കഴിച്ച അപ്പത്തിലൂടെ അകത്ത് കിടന്ന് ആ അപ്പത്തോടും അവരോടും കടപ്പാടുണ്ടായി കടപ്പാടിൽ തുടങ്ങിയ ജീവിതം കടപ്പാടുകളിലൂടെ മാത്രം വളർന്ന് എന്റെ സൂക്ഷ്മമായ ശരീരത്തിൽ നിഹിതമായിരിക്കുന്ന ആഗ്രഹങ്ങളെ മുഴുവൻ ചെയ്തു തീർക്കുവാൻ ചുറ്റുപാടുകളെ മുഴുവൻ സജ്ജീകരിച്ച ഈ ലോകത്തോട് എനിക്ക് കടപ്പാടല്ലാതെ മറ്റൊരവകാശവുമില്ലെന്ന് കണ്ടെത്തുമ്പോൾ അവിടുന്ന് നമ്മൾ വഴി തിരിഞ്ഞതെന്ന് തോന്നുന്നു. ഇസ് ഇറ്റ് റൈറ്റ്? ഇങ്ങനൊരു വഴിയുണ്ട്, ഇങ്ങനൊരു ദർശനമുണ്ട്. ഞാൻ ഭൂമിയിൽ ജനിച്ചു, അതുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ കുറെ അവകാശങ്ങളുണ്ട്. ഞാൻ 12 നാൾ ഈ കസേരയിലിരുന്നു, അതുകൊണ്ട് ഈ കസേര എന്റേതായിരിക്കുന്നു. 10 കൊല്ലമായി ഞാനിവിടെ പണിയെടുക്കുന്നു, എനിക്ക് അവകാശങ്ങളുണ്ട്. 15 കൊല്ലമായി നിങ്ങളുടെ മകനായി ഞാനിവിടെ പെരുമാറി, അതുകൊണ്ട് സ്വത്തിൽ എനിക്ക് അവകാശമുണ്ട്. അതെല്ലാം ഭൗതികം, അതെല്ലാം ബഹിരംഗം. അതിനൊന്നിനും എന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ കർമ്മ മേഖലകളിലെ സ്വരൂപ, ഹേതു, ഫല ചിന്തനത്തിന്റെ ലോകങ്ങളിൽ ഒരിടത്തു പോലും അല്പം പോലും പ്രസക്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞ്, ക്യാൻ യു ഇമാജിൻ?
Can you follow? ഇമാജിൻ ചെയ്യാം. ഞാൻ 2 വാക്കായി ചോദിച്ചേ. എന്നെ പിന്തുടരാൻ കഴിയുന്നുവോ? 2, ഇത് ഭാവന ചെയ്യാൻ കഴിയുന്നുവോ? അതിനും കഴിയില്ലെങ്കിൽ ഇരിക്കരുത്. ഭാവനയെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഭാവിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇതുവരെ ശരിയെന്ന് വിശ്വസിച്ചവയും ഇതുവരെ ശരിയെന്നോർത്ത് പുലർത്തിപ്പോന്നവയും ഇതുവരെ നിങ്ങളുടേതാണെന്ന് വിശ്വസിച്ചവയും ആയവയൊക്കെ ഒരു പുനരീക്ഷണത്തിന് വിധേയമാക്കി മൂല്യങ്ങളെ നിങ്ങളുടെ അന്തസ്ഥ തലങ്ങളിൽ പുനർനിർണയം ചെയ്യേണ്ടി വരും. നിങ്ങൾ മൂല്യങ്ങളെന്ന് വിശ്വസിച്ചവ ആ പുനർനിർണയത്തിൽ മൂല്യമല്ലാതാവും. ശരിയാണ്. നിങ്ങൾ മൂല്യമല്ല എന്ന് വിചാരിച്ച പലതും മൂല്യത്തിന്റെ തലത്തിലേക്ക് ഉയരും. ശരിയാണ്. ജീവിതത്തെ തന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ സൂക്ഷ്മമായ കാമനകളിൽ, സൂക്ഷ്മങ്ങളായ സങ്കല്പങ്ങളിൽ, സൂക്ഷ്മങ്ങളായ ചിന്തകളിൽ വെച്ച് നോക്കിയാൽ ഒരച്ഛന് അയാളുടെ കാമത്തിൽ നിന്നാണ് മകനുണ്ടായത്. മകന്റെ ആഗ്രഹവും മകന്റെ ജീവിതവും അയാളുടെ പർവ്യൂവിലില്ല. എഗ്രി. അതേ മകൻ മാറി നിന്ന് തനിക്ക് ജന്മം തന്ന അച്ഛനെ ചിന്തിച്ചാൽ തന്റെ ആഗ്രഹത്തിന് അച്ഛൻ വിധേയനായതിൽ തനിക്ക് കടമയല്ലാതെ അച്ഛന്റെ മേൽ അവകാശമില്ല. മനസ്സിലായില്ല? ഈ തത്വദർശനം തിരിച്ചൊന്ന് ചിന്തിച്ചാൽ സംഗതി മാറി. നിങ്ങളിത് തിരിച്ചു വ്യാഖ്യാനിക്കുകയും തിരിച്ചു ചിന്തിക്കുകയും ചെയ്യുന്നു അപ്രാകൃതികമായി. അതെ അതെ അതാ ഞാൻ സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞത്. അതെ, അതല്ലേ ഇതിന്റെ കുഴപ്പം. സ്ഥൂല ശരീരത്തെ വെച്ചിട്ട് ഞാനിപ്പോൾ ഓർക്കുന്നില്ല താനോട് ഞാൻ പറഞ്ഞത് എന്നെ ഉണ്ടാക്കാൻ എന്ന് പച്ചയായി പുറമേ പറയാം. ആ പറഞ്ഞു കഴിഞ്ഞ മകന്, ആ അച്ഛനെ ചീത്ത വിളിച്ച മകന് അച്ഛന്റെ കാലൊന്ന് മുട്ടുമ്പോൾ ആ പറഞ്ഞതൊന്ന് ആവർത്തിക്കാൻ പറ്റുമോ എന്ന് ആദ്യം ആലോചിക്കുക. അപ്പൊ സ്ഥൂലമായി അവന്റെ സ്ഥൂല ശരീരത്തിൽ നിന്ന് അവൻ പറഞ്ഞ വാക്കും അവന്റെ ഏകാന്തതയുടെ തടവറയ്ക്കുള്ളിൽ ആ വാക്ക് തന്നെ അവനിൽ ഉണർത്തുന്ന അഗാധമായ ദുഃഖവും ഒരു മനഃശാസ്ത്രജ്ഞന്റെ വെളിവോടെ മാഷൊന്ന് അപഗ്രഥിച്ചാൽ ബോധ്യമാവും അവന്റെ ആപ്ലിക്കേഷനാണ് അവനെ വേദനിപ്പിക്കുന്നത്. വൺ വേ ആണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ളത് വൺ വേ, അവിടുന്ന് ഇങ്ങോട്ടുള്ളത് വൺ വേ. അച്ഛൻ ചിന്തിക്കേണ്ടത് എൻ്റെ ആഗ്രഹത്തിലാണ് മകൻ ജനിച്ചത്, എനിക്ക് അവനോട് കടമകൾ മാത്രമേ ഉള്ളൂ, എനിക്ക് യാതൊരു അവകാശവും അവൻ്റെ മേലില്ല. മകൻ ചിന്തിക്കേണ്ടത്
എൻ്റെ ആവശ്യത്തിനാണ് ആ അച്ഛനിൽ ഞാൻ ജനിച്ചത്. എനിക്കങ്ങോട്ട് കടമയേ ഉള്ളൂ, യാതൊരു അവകാശവും. ഞാൻ അങ്ങനെയാണല്ലോ പറഞ്ഞേ, ഞാൻ അങ്ങനെയാണല്ലോ ആദ്യം തന്നെ പറഞ്ഞേ. ഞാൻ ആദ്യം മുതലേ എങ്ങനെയാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് വൺ വേ ട്രാഫിക്, ടു വേ ഇല്ല. മകന് അച്ഛന്റെ തലം ചിന്തിക്കാനോ അച്ഛന് മകന്റെ തലം ചിന്തിക്കാനോ അവകാശമില്ല. മനസ്സിലായില്ല? The line of demarcation is very clear. അതുകൊണ്ടാണല്ലോ ഞാൻ രാവിലെ പറഞ്ഞത്, പ്രിയപ്പെട്ട അച്ഛ, അവിടുത്തെ ബീജത്തിൽ ഞാൻ കുടികൊണ്ടു. അവിടുന്ന് അത് ഉത്തമമായ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ പ്രതിഷ്ഠിച്ചു. പ്രിയ പിതാവേ, അവിടുന്ന് ഈ ഭൂമി കാണാൻ എന്നെ അനുവദിച്ചു. എൻ്റെ അംഗങ്ങൾക്ക് സൗഷ്ഠവം നൽകുമാറ് അങ്ങയുടെ ബീജഭാഗവും അമ്മയുടെ ബീജഭാഗവും അവയവങ്ങളും സുദൃഢങ്ങളായിരുന്നതുകൊണ്ട് എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം പരിപോഷിതങ്ങളായി. ഈ ഭൂമി കാണാനും എൻ്റെ കർത്തവ്യ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും അവിടുന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരയണമേ. അത് പൂർത്തീകരിച്ച് എൻ്റെ ഈ ജന്മത്തെ പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞാൻ എൻ്റെ കർമ്മശരീരവും തേടി അലഞ്ഞു നടക്കുന്നൊരു വേളയിൽ എനിക്ക് ഈ ഭൂമിയിൽ ഓടി നടക്കുവാൻ ഒരു കർമ്മശരീരത്തെ ഉണ്ടാക്കിത്തന്ന് എൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ആശയാഭിലാഷങ്ങൾ എൻ്റെ കർമ്മശരീരത്തിലൂടെ തീർക്കുവാൻ ഇടയാക്കിയ അവിടുത്തെ എങ്ങനെയാണ് ഞാൻ സേവിക്കേണ്ടത്? മനസ്സിലായില്ല? ഇതെന്നിലെ പുത്രൻ. പ്രിയപുത്ര, എൻ്റെ കർമ്മകോടരങ്ങളിൽ ഞാൻ ചെയ്തു കൂട്ടിയ നാനാവിധങ്ങളായ പാപസഞ്ചയങ്ങൾ ഒരുക്കുന്ന പുത്തെന്ന നരകത്തിലേക്ക് എന്നെ നയിക്കുവാൻ എൻ്റെ ബോധസത്തയിൽ അമകിങ്കരന്മാർ കടന്നെത്തുമ്പോൾ ആ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കുവാൻ ത്രാണിയുള്ളവനായി ജനിച്ച, പുന്നാമമാകുന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവനായി എന്നെ രക്ഷിക്കുന്നവനായി ജനിച്ച അവിടുത്തോട് ഈ പിതാവ് എന്തെല്ലാമാണോ കർത്തവ്യമായി കർമ്മമായി ചെയ്യാനിരിക്കുന്നത് അവയൊക്കെ സ്വച്ഛന്തമായും സുഭഗമായും ചെയ്ത് എന്നെ എൻ്റെ ധാമങ്ങളിലേക്ക് പോകുവാൻ അനുവദിക്കും വിധം നീ ഉത്തമനായി എന്നോടൊപ്പം ഇരിക്കണമേ എന്ന് പിതാവിൻ്റെ പ്രാർത്ഥന. ദാർശനിക സവിശേഷതയുള്ള ഈ ലോകങ്ങളിൽ ഓരോ പിതാവിൻ്റെയും ഓരോ പുത്രൻ്റെയും ഓരോ ഭാര്യയുടെയും ഓരോ ഭർത്താവിൻ്റെയും ഓരോ പുത്രൻ്റെയും ഓരോ പുത്രിയുടെയും ഓരോ ഗുരുവിൻ്റെയും ഓരോ ശിഷ്യൻ്റെയും എന്നു വേണ്ട, നിങ്ങൾ ഏതെല്ലാം മേഖലകളിൽ ഏതെല്ലാം രൂപത്തിൽ ഏതെല്ലാം ഭാവത്തിൽ ഈ ഭൂമിയിൽ കിടന്നു നിൽക്കുന്നുവോ ആ ഭാവഹാവാദികളിലെല്ലാം നിങ്ങളുടെ കർത്തവ്യ കർമ്മങ്ങൾ കൃത്യമായി കുറിച്ചിരിക്കുന്നിടത്ത് അവകാശങ്ങൾ കൊണ്ടതിനെ മറക്കാതെ, അവകാശങ്ങൾ കൊണ്ടതിനെ വിഷലിപ്തമാക്കാതെ, അവകാശങ്ങളിൽ ചേർത്തുവെച്ച് വിസ്മൃതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാതെ അനന്താനന്ദത്തിൻ്റെ ലോകങ്ങളിലേക്ക് മാനവചേതനയെ അടുപ്പിക്കുവാൻ പാകത്തിന് തൻ്റെ കർത്തവ്യ കർമ്മങ്ങളുടെ സോപാനത്തിലൂടെ സ്വച്ഛന്തം സഞ്ചരിക്കുവാൻ ഇടയാക്കിയ പ്രകൃതിയോട്, ഇടയാക്കിയ ചുറ്റുപാടുകളോട്, ഇടയാക്കിയ മനുഷ്യരോട്, ഇടയാക്കിയ ജീവജാലങ്ങളോട് എല്ലാമുള്ള എൻ്റെ കടമ ഭംഗിയായി സ്വച്ഛന്തമായി നിർവഹിച്ച് എൻ്റെ കർമ്മങ്ങൾ തീരുമ്പോൾ ഈ ശരീരത്തെ പൂർണ്ണബോധത്തോടുകൂടി ഈ ഭൂമിയിൽ നിക്ഷേപിച്ച് അതിലെ പഞ്ചഭൂതമയമായിരിക്കുന്ന പൃഥ്വിയും അപ്പും തേജസ്സും വായുവും ആകാശവും എപ്രകാരമാണോ എൻ്റെ ശരീരസ്ഥിതിക്ക് വേണ്ടി ഞാൻ യോജിപ്പിച്ചെടുത്തത്, എത്ര കാഴ്ചയോടെ, എത്ര കാഴ്ചയില്ലാതെ, എത്ര കേൾവിയോടെ, എത്ര കേൾവിയില്ലാതെ, എത്ര കൈകളോടെ, എത്ര കൈയില്ലാതെ, എൻ്റെ നിരൂപണത്തിനും എൻ്റെ രീതിക്കും അനുസരിച്ച് ഞാൻ രൂപീകരിച്ച ഈ വസ്തുക്കളെ ഓരോന്നിനെയും എൻ്റെ ബോധത്തിൽ തന്നെ വിരിച്ച് ഞാൻ തന്നെ ഇവിടെ വിട്ട്
എൻ്റെ സോപാനത്തിലേക്ക് പോകാൻ. അതിനുള്ളതാണ് എനിക്ക് ഭൂമി. എന്നെക്കാൾ മനോഹരമായി വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടില്ലാത്ത ജീവജാലങ്ങൾ ഇത് ഭംഗിയായി ചെയ്യുമ്പോൾ മാനവനെന്ന നാമമുള്ള ഞാൻ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും സർജീകരിക്കുകയും സർജനം ചെയ്യുകയും ഇതിന്റെ സ്ഥിതിയെ അന്തക്ഷോഭങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, നീച്ച, നീ എത്ര ജനിച്ചു? എന്തേ ഇനിയും മോക്ഷത്തിലെത്തിയില്ല എന്ന് എന്നോട് എൻ്റെ അന്തരംഗം തന്നെ ചോദിച്ചേക്കും. ഈയൊരു ധാരണ അത് രാഗത്തിനും ദ്വേഷത്തിനും ഉള്ളതല്ല, പ്രിയത്തിനും അപ്രിയത്തിനും ഉള്ളതല്ല. പ്രിയത്തിൻ്റെയും അപ്രിയത്തിൻ്റെയും മധ്യബിന്ദുവിൽ, രാഗത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും മധ്യബിന്ദുവിൽ, നന്മയുടെയും തിന്മയുടെയും മധ്യബിന്ദുവിൽ, ഋതത്തിൻ്റെയും അനൃതത്തിൻ്റെയും മധ്യബിന്ദുവിൽ, ആചാരങ്ങളുടെയും അനാചാരങ്ങളുടെയും മധ്യബിന്ദുവിൽ അവയൊന്നുമല്ലാത്ത സുതാര്യമായൊരു രേഖയുണ്ട്. തുല്യ പ്രിയാപ്രിയമായ, തുല്യ നിന്ദാസ്തുതിയായ, തുല്യ മാനാപമാനത്തോടുകൂടിയ ശക്തമായൊരു രേഖ. അതാണ് അന്തരംഗ സാധനയുടെ രേഖ. അതിന് സമസ്ത ജീവിത ചക്രങ്ങളെയും സമസ്ത ജന്മജന്മാന്തരങ്ങളെയും ഏകമായൊരു ബോധത്തിൽ ഭാവന ചെയ്യാനെങ്കിലും കഴിയുമെങ്കിൽ, ഇഫ് യു ക്യാൻ ഫോളോ ഇറ്റ് ഇസ് ഗുഡ്. അങ്ങനെ പറയുന്നതിലേക്കാണ് നമ്മൾ എത്തുക അറിയാതെ. മറ്റത് അറിഞ്ഞിട്ട് നമ്മൾ ശ്രമിച്ചു നോക്കുക. നമ്മൾ ശ്രമിച്ച് ദ്വേഷം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ദ്വേഷം വരും. അറിഞ്ഞ് ദ്വേഷം ഇല്ലാതായാൽ വരില്ല. നാളെ മുതൽ ദ്വേഷിക്കരുത് എന്ന് ആരെങ്കിലും ഉപദേശിച്ചിട്ടോ ദ്വേഷിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടോ ഇറങ്ങുമ്പോൾ ആദ്യം വരുന്നവനോട് തന്നെ ദ്വേഷത്തോടെ തുടങ്ങും. കാരണം ദ്വേഷിക്കില്ല എന്ന ദ്വേഷം ആദ്യം അവിടെ കിടപ്പുണ്ട്. ഞാൻ ദ്വേഷിക്കില്ല എന്ന ദ്വേഷമെന്ന നാമം എൻ്റെ ബോധത്തിൽ കിടക്കുകയാണ്. മനസ്സിലായില്ല? ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പണ്ട് കാലത്ത് ഈ TTC കഴിഞ്ഞ് വരുമ്പോഴോ ഈ BA കഴിഞ്ഞിട്ട് B.Ed പോകുമ്പോഴോ പറയും. കുട്ടികളോട് നിങ്ങൾ പറയുമ്പോൾ അധ്യാപകരെ പഠിപ്പിച്ചു കൊടുക്കും. കുട്ടികളോട് പണ്ട് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ചെയ്ത കാര്യമാണ്. കുട്ടികളോട് നിങ്ങൾ പറയുമ്പോൾ കള്ളം പറയരുതെന്ന് പറയരുത്, സത്യമേ പറയാവൂ എന്നേ പറയാവൂ. കള്ളം പറയരുതെന്ന് പറയുമ്പോൾ കള്ളമെന്നൊരു ശബ്ദം അവൻ കേട്ടത് ഉറച്ചു കഴിഞ്ഞു. അവൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ കള്ളം മുഴുവൻ ആ ഒറ്റ കേൾവിയിൽ ഉണർന്നു കഴിഞ്ഞു. ഇനി അവന് കള്ളമല്ലാതെ പറയാൻ പറ്റില്ല. സോ സിമ്പിൾ. ഇവൻ സത്യസന്ധനായി പോയി പയറും വാങ്ങിച്ചുകൊണ്ട് വന്ന് ബാക്കിയുള്ള 50 പൈസ കൊടുത്തപ്പോഴാണ് പറയുന്നത്, ഇത്രയും വിലയുണ്ടോ? കടയെ വിളിച്ചു ചോദിച്ചാൽ ഇത്രയും കുഴപ്പമില്ല. എത്രയാ പോക്കറ്റ് വെച്ചിരിക്കുന്നത്? നീ എത്രയാ എടുത്തേ? ഞാനൊന്നും എടുത്തില്ല. എത്രയാ വില? കള്ളം പറയരുത്. അപ്പോൾ അവൻ മനസ്സിലാക്കി ഈ പ്രൈവറ്റ് വണ്ടിയെ കണ്ടക്ടറായിട്ട് പോകുന്ന പോലെ. പ്രൈവറ്റ് വണ്ടിയെ കണ്ടക്ടറായിട്ട് പോയിട്ടില്ലല്ലേ? ഇതൊക്കെ ഞാനേ പോയിട്ടുള്ളൂ. അതാണ്. നിങ്ങൾ ഈ ഒരു പണിയും ചെയ്തിട്ടില്ല. അലസന്മാർ. ഈ പ്രൈവറ്റ് വണ്ടിയുടെ ഓണർ കണ്ടക്ടറെ പിടിച്ച് വണ്ടിയൊക്കെ ഏൽപ്പിച്ചു വിടും. ആദ്യത്തെ ദിവസത്തെ പിരിവ് കഴിഞ്ഞ് വരുമ്പോൾ ചോദിക്കും, ഓലക്ഷൻ എത്ര ഉണ്ടറാ? 7000 രൂപയുണ്ട്. 7000 രൂപ എത്ര വെട്ടിയടാ? ഓഫീസിൽ കൊടുത്തേച്ച് പോ. അപ്പം ഇവൻ സാധാരണഗതിയിൽ എല്ലാവരെയും പിടിച്ചെഴുതി മുഴുവൻ കാശും കൊണ്ട് കൊടുത്തിരിക്കുക. ആദ്യം കയറിയേ ഉള്ളൂ. അടുത്ത ദിവസം ഒരു കാര്യം ചെയ്തു. കാരണം ആളെ വിളിച്ചൂടെ കയറ്റി 8000 രൂപയാക്കി. എത്ര ഉണ്ടറാ? 8000. ഓ, 8000 രൂപ കൊട.
അപ്പം ഇവൻ്റെ ആ മുറയിൽ കുറയാൻ തുടങ്ങി, വർക്കിംഗ് മുറയിൽ. അടുത്ത ദിവസം 6000 കിട്ടിയുള്ളൂ. അപ്പോഴും ഇത് തന്നെയാണ്. അടുത്ത ദിവസം ഇവൻ വലിയ വർക്കൊന്നും ചെയ്തില്ലെങ്കിലും 8000 കിട്ടി. പക്ഷെ അവനൊരു കാര്യം ചെയ്തു. ടിക്കറ്റ് എഴുതുമ്പോൾ 1 രൂപ 50 പൈസയുടെ ആ ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വെട്ടൂടെ വെട്ടി. അത് വാങ്ങിക്കുന്നത് നിങ്ങൾക്കറിയില്ല. ചുമ്മാ ഒരു വര ഒന്നിൻ്റെ അവിടെ. അപ്പോൾ ഇത് കൂട്ടിക്കൊണ്ട കൊടുക്കുന്ന സമയത്ത് ഈ 1 രൂപയൊക്കെ 50 പൈസയായി. ST 50 പൈസയാണ്. ST എന്ന് പറഞ്ഞാൽ മനസ്സിലായെന്നറിയില്ല. സ്റ്റുഡൻസ് ടിക്കറ്റ്. പിള്ളേർക്കൊരു കൺസെഷനുണ്ട്. അപ്പോൾ പിള്ളേർ കയറുന്ന രാവിലത്തെ ടിക്കറ്റിലാണ് ഇവനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ല? അതിലെ 1.50 ഒക്കെ 50ആയി, 1.20 ഒക്കെ 20ആയി, 1.10 ഒക്കെ 10ആയി, 1.30 ഒക്കെ 30ആയി. ഏതാ മനസ്സിലായില്ല? ഇങ്ങനെ കൊണ്ട കൊടുത്തു കഴിഞ്ഞപ്പം മുതലാളിക്കിപ്പോൾ സംശയമില്ല. ഇങ്ങനെ ഒരു കള്ളനെയും കൂടെ സൃഷ്ടിച്ചെടുത്തു. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ പ്രവർത്തന മണ്ഡലം, നമ്മുടെ കുടുംബം, നമ്മുടെ ചിന്തകൾ, ഇവയൊക്കെ നാം എങ്ങനെ സമർത്ഥമായി സൃഷ്ടിക്കുന്നു. അപ്പം നമ്മുടെ ദ്വേഷത്തിൻ്റെയും നമ്മുടെ രാഗത്തിൻ്റെയും നമ്മുടെ ഭാവങ്ങളുടെയും പരിണതി പലപ്പോഴും ഇതിലേക്ക്. ഈ പരിണാമം നമ്മുടെ ബോധതലത്തിനുണ്ടാകാതിരിക്കണമെങ്കിൽ രാഗവും ദ്വേഷവും ഇല്ലാത്ത ഭൂമിയിലൂടെ സഞ്ചരിക്കണം. രാഗവും ദ്വേഷവും ഇല്ലാത്ത ഭൂമിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അറിവുണ്ടാവണം. അറിവിൽ എതിർച്ഛയാ. അതിന് മറ്റൊരു പദമാണ് സ്വച്ഛന്തം, സ്പോണ്ടേനിയസ് ആയിട്ട് ഇതെല്ലാം വരണം. അത് വരണമെങ്കിൽ ആത്മീയ ജീവൻ ഈ ഭൂമിയിൽ കർത്തവ്യമല്ലാതെ അവകാശങ്ങളൊന്നും ഉണ്ടാവരുത്. അല്ലെങ്കിൽ എവിടെയാണ് അവകാശം? അല്ലെങ്കിൽ എവിടെയാണ് അവകാശം? ജീവന്റെ ജന്മാവകാശം മോക്ഷമാണ്, ആനന്ദമാണ്, സദ്ഭാവമാണ്. സച്ചിദാനന്ദമാകുന്ന അവകാശത്തിലൂന്നുമ്പോൾ ബഹിരംഗ സാധനയിൽ കർത്തവ്യമല്ലാതെ മറ്റൊന്നുമില്ല. ബഹിരംഗ സാധനയിലെ ജീവിത താളങ്ങളിൽ എപ്പോഴെങ്കിലും ക്ഷുദ്രങ്ങളായ വിഷയാവകാശങ്ങൾ ഉണ്ടായാൽ ഓരോ വിഷയാവകാശവും ആത്മാവകാശത്തെ ചോദ്യം ചെയ്യുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. മനസ്സിലായി? കുറഞ്ഞപക്ഷം ചിന്തനീയമായി. മനസ്സിലായില്ലെങ്കിലും ചിന്തനീയമായി അത്രയായാൽ മതി. ഇങ്ങനെ ഈ ഭൂമികയിൽ പ്രവേശിക്കുന്നത്, അല്ലാതെ തലയും കുത്തി നിന്നും ചീറ്റിയും ഒന്നും എത്തുകയില്ല. ഇതൊക്കെ കഴിഞ്ഞൊന്ന് ചീറ്റി നോക്ക്, അപ്പം നന്നായി ചീറ്റാൻ മനസ്സിലാവും. അല്ലെങ്കിൽ കുറെ കഫം പോയി കിട്ടുമെന്ന് നാണുഗുരുസ്വാമിയും ചട്ടമ്പി സ്വാമിയും പറയും. കുറേ കാലം ചീറ്റി കഫം കുറെ പോയിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, ബോധതലത്തിൽ ഈ പരിണാമം.
ഇതിന്റെ ഏറ്റവും എളുപ്പമുള്ള വഴി, ഏറ്റവും വലിയ ഷോർട്ട് കട്ട്, വാസനയുടെ നൂലുകളെ സമർത്ഥമായി ലോകത്തെ ബന്ധിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം തന്നെ ബന്ധിക്കാൻ ഉപയോഗിക്കുക. അത് ഞാൻ മനോഹരമായി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് രാവിലെ. കീടപരിമാണത്തിൽ ഒരു പുഴുവിനെപ്പോലെ ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവുമാകുന്ന ഈ ആഹാരമെല്ലാം ആഹരിച്ചു വളർന്ന് തൻ്റെ വാസനയാകുന്ന നൂലുകൊണ്ട് തന്നെ ചുറ്റി വലിഞ്ഞ് അതിൻ്റെ കോടരങ്ങൾക്കുള്ളിൽ വിഷയചിന്തനം വെടിഞ്ഞ് തന്നെ ചിന്തിച്ച് ആ കൂടാകുന്ന ബന്ധം മുഴുവൻ പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോൾ പുഴുവിൻ്റെ ആകൃതി മാറി ശലഭമായിത്തീരുന്ന ആത്മവശ്യതയുടെ ദൃശ്യം ഈ അവാന്തര പരിണാമമാണ് ദാറ്റ് ഹ്യൂമൻ മെറ്റമർഫോസിസ് വേദങ്ങൾ ചൂണ്ടിക്കാണിച്ചത്, ഉപനിഷത്തുകൾ ചൂണ്ടിക്കാണിച്ചത്. പ്രാചീനർ അവലംബിച്ചത്, ജീവിച്ചത്. കൈക്കൂലി കിട്ടിയ കാശിൽ നിന്ന് 50,000 5 ലക്ഷമോ കൊടുത്തൊരു സീറ്റ് വാങ്ങി മക്കളെ വിട്ട് മക്കളുടെ എൻട്രൻസിലും പഠിപ്പിലുമെല്ലാം താൻ അവധിയെടുത്ത് പഠിപ്പിച്ച് മക്കളുടെ മേൽ ഇത്രയേറെ ആധിപത്യം പുലർത്തിപ്പോകുന്ന തന്തയും തള്ളയുമായി ഇന്ന് നിങ്ങൾ വിലസുമ്പോൾ, ഇന്നലെ കിലോമീറ്ററുകൾ താണ്ടി വെള്ളം ചുമന്നു കൊണ്ടുവന്ന് നനഞ്ഞ വിറക് കത്തിച്ച് ആഹാരത്തിനുള്ള പദാർത്ഥങ്ങൾ തേടിക്കൊണ്ടുവന്ന് പാചകം ചെയ്ത് അതിൽ മൂല്യമുള്ളത് മക്കൾക്ക് കൊടുത്ത് വരുന്നവർക്കെല്ലാം സേവയും പൂജയും ചെയ്ത് പറമ്പിൽ പണിയെടുക്കാൻ വന്നവനെ അതിലെ ഓരോ വസ്തുവും എൻ്റെ ആശയുടെയാണ്, അഭിലാഷത്തിൻ്റെയാണെന്നറിഞ്ഞ് രാവിലെ കാപ്പിയും പലഹാരവും ഉച്ചയ്ക്ക് ചോറും കറിയും 4 മണിക്ക് ചായയും വലിക്കുന്നവനാണെങ്കിൽ ബീഡിയും വാങ്ങിക്കൊടുത്ത്. Is it right? No. അതിഥികളായി എത്തിയാൽ ഏറ്റവും നല്ല ആഹാരങ്ങൾ അവർക്ക് കൊടുത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ഭർത്താവിൻ്റെ അച്ഛനെയും ഭർത്താവിൻ്റെ അമ്മയെയും തൻ്റെ അച്ഛനെയും തൻ്റെ അമ്മയെയും കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി പിന്നീടൊന്ന് വിശ്രമിക്കാനിരിക്കുമ്പോഴേ കയലുവക്കത്തെ പെൺകുട്ടിയെ കാണാനൊരുത്തൻ വന്നു എന്ന് കണ്ട് അവിടെ വിളിക്കാതെ ഇവിടെയുള്ള സ്റ്റീൽ പാത്രങ്ങളും ടംബ്ലറുകളും കഴുകിയെടുത്തും ഇവിടെ ഇരുന്ന പലഹാരങ്ങൾ എടുത്ത് പൊതിഞ്ഞ് പുറകിൽ കൂടി അവരുടെ പെരയുടെ പുറകിൽ കൂടെ മുമ്പിലിരിക്കുന്ന അതിഥി കാണാതെ അകത്തു കൊണ്ടുവച്ച് നമ്മളല്ലേ ചെയ്യേണ്ടത്, കല്യാണി നീ അവരോട് ഇരിക്കാൻ പറ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ഭംഗിയാകുമെന്ന് പറഞ്ഞ് അതും തൻ്റെ കടമയാണെന്ന് പറഞ്ഞ് സമഞ്ജസമായി നടത്തിച്ച് സന്തോഷമായി അവരെയും വിട്ട് തിരിച്ചു വന്ന് പട്ടിണിയിരുന്ന് അൾസറും ക്യാൻസറും യാതൊരു രോഗവുമില്ലാതെ അരോഗ ദൃഢഗാത്രമായി തൻ്റെ കർമ്മ കലാപങ്ങൾ അത്രയും ചെയ്ത് പിന്തിരിഞ്ഞ ഒരു വലിയ ജീവിത വൃക്ഷത്തിൻ്റെ പിന്തുടർച്ചയുള്ളവരായ നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റിയതെന്തേ? These are all assumptions. These are all imaginations. These are all fictions. അന്നൊരാചാര്യനും ഓം ടെക്നിക്കും
കീ ടെക്നിക്കും എ ടെക്നിക്കും ഒന്നും കാണിച്ചില്ല ഈ അനുഭൂതിക്ക്. ഒരമ്മയും ഈ അനുഭൂതി കിട്ടാൻ തലയും കുത്തി നിന്നുമില്ല. മാന്യമായൊരു തിരിച്ചുപോക്കിന് തയ്യാറുണ്ടെങ്കിൽ ഇത് അനുഭവിക്കാം. രാജപാതയിലൂടെ, രാജകീയ പ്രൗഢിയോടെ. ഇല്ലാതെ ഇത് ലഭ്യമല്ല. അപ്പം കോലെ കുത്തിവെച്ച് കോലിൻ്റെ മുഴുവൻ എലി തിന്നെന്ന് പറഞ്ഞാൽ ഇനി അപ്പം ബാക്കി വരുമോ എന്ന് എന്നോട് ചോദിക്കണം. അത്രയും കോമൺ സെൻസ് ഉണ്ടാവില്ലേ? ഞാൻ നല്ല സ്ഥലത്താണിത് കൊണ്ട് എത്തിച്ചു വെച്ചതെന്നോ ഈ ക്യാമ്പ് നല്ല സ്ഥലത്ത് വെച്ചത് കൊണ്ട് വന്നു എന്നോ? അത് ചോദിച്ചു, ഞാൻ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. ചോദിച്ചു, നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. വാക്ക് പലപ്പോഴും എന്നെ കാത്തു നിൽക്കില്ല ഇത് പഠിപ്പിക്കുമ്പോൾ. അതുകൊണ്ട് നിങ്ങളാണ് അത് ശ്രദ്ധിച്ച് ചോദിക്കേണ്ടത്. വാക്കിന് എൻ്റെ പിന്നാലെ വരാൻ മനസ്സില്ലാതെ വരുമ്പോൾ വാക്ക് ചിലപ്പോഴെങ്കിലും എൻ്റെ മുമ്പേ കയറിപ്പോവും. അവ എൻ്റെ വാക്കുകളല്ലെന്ന് സമാധാനിക്കുക. ചോദിച്ചു കത്തിച്ച് വീണ്ടും വീണ്ടും അത് വേണ്ട, ചോദിച്ചോ, ഞാൻ പറഞ്ഞുതരാം. കാരണം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വേറെ കുറേ മാനങ്ങളും കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മുൻ തലമുറയിലെ ഏത് ജീവിയെ എടുത്തോളൂ, ഏതെങ്കിലും ഒരു അവകാശത്തെക്കുറിച്ച് ഏറ്റവും നീചമായി ഉപദ്രവിക്കുമ്പോൾ പോലും തന്നോളൂ, അത് വാങ്ങുക കടമയാണെന്ന് പറഞ്ഞു നിന്ന പാടത്ത് ഉഴവിന് സമയമായി, പാടം നേരെയാക്കണം. തമ്പ്രാൻ ചാത്തനെ വിളിച്ചു പറഞ്ഞു, ചാത്ത എന്താ താമസിക്കുന്നത്? അടിയൻ വന്നു, ഉഴുതൊക്കെ കഴിഞ്ഞു വന്നു. 4 മണിയായപ്പോൾ 5 മണിയായപ്പോൾ പണി കയറി വരുമ്പോൾ തമ്പ്രാൻ കൂലി കൊടുക്കുന്നതിന് മുമ്പ് ചാത്തൻ കിഴക്കോട്ട് തിരിഞ്ഞൊന്ന് തൊഴുതു. എന്നിട്ട് വടക്കുവശത്ത് നിൽക്കുന്ന തമ്പ്രാനെയും തൊഴുതു. തമ്പ്രാന് സംശയം, തന്നെ തൊഴുന്നതിന് മുമ്പ് ഇവൻ ആരെ തൊഴുതു? താനല്ലേ ഇവൻ്റെ എല്ലാം. തമ്പ്രാൻ ചോദിച്ചു,
ചാത്ത, നീ ആരെയാണ് ആദ്യം തൊഴുതത്? തമ്പ്ര അടിയൻ തകരത്തമ്പുരാനെ തൊഴുതതാണ്. കർക്കിടക മാസത്തിൽ തകരത്തമ്പ്രാൻ ഇല്ലായിരുന്നെങ്കിൽ തമ്പ്രാനെ തൊഴാൻ പറ്റില്ലായിരുന്നു. പറഞ്ഞ സംഗതികളെല്ലാം ഒരു സ്വദ്വിചാരം അല്ലെങ്കിൽ ഒരു കൾച്ചറിന്റെ അതിൽ പെടുത്താവുന്ന, അതിലൂടെ മാത്രമേ നിങ്ങൾ ആത്മീയതയിലെത്തൂ. സദാചാരത്തിലും സദ്വിചാരത്തിലും സദ്ഭാവത്തിലും മാത്രമാണ് സദാനന്ദമായിരിക്കുന്ന സച്ചിദാനന്ദം ഇരിക്കുന്നത്. ഇത് സത്താണ്, ഇത് ചിത്താണ്, ഇത് ആനന്ദമാണ്. ഇത് അസത്തല്ല, ഇത് അജിത്തല്ല, ഇത് അനന്തമല്ല, കിയത് തന്നെയാണ്. അസത്തിലൂടെ സത്തിലെത്താമെന്ന് നോ, മാർഗവും ലക്ഷ്യവും ഏകമാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന് പറഞ്ഞ എല്ലാ വിശ്വാസ പ്രമാണങ്ങളും തകർന്നടിഞ്ഞ മണ്ണിലാണ്. ശരിയല്ല. ഏതാ? അസത്തിലേക്ക് സത്തിനെ എതിർത്താ പോകേണ്ടി വരും. ഇവിടെ അത് നേരെ തിരിച്ചാ. ഇവിടെ അതിൻ്റെ ഭാവങ്ങളെ തിരിച്ചാണ്. ഈശ്വരനെ പ്രാപിക്കാനാണെങ്കിൽ അത് മതിയെങ്കിൽ എതിർത്താൽ മതി. ഈശ്വരനെ എതിർത്താൽ ഈശ്വരനിലെത്തും, സച്ചിദാനന്ദത്തിലെത്തുകയില്ല. ഈശ്വരൻ വേറെ, സച്ചിദാനന്ദം വേറെ. ഈശ്വരനെ കാണാൻ വലിയ പണിയൊന്നുമില്ല. അത് ആ കൊള്ളിക്കരുതാത്തവനൊക്കെ കണ്ടതാണ്. ഹിരണ്യകശിപുവും രാവണനും കുംഭകർണനും ഒക്കെ കണ്ട സാധനമാണ്. നിങ്ങൾക്കും കാണണോ? അതിന്റെ പാരമ്പര്യം അത്ര വലുതൊന്നുമല്ല. ഞാൻ ഈശ്വരനെ കണ്ടാൽ അത്ര വലിപ്പമൊന്നുമില്ല. കാരണം ചിലത് രാവണൻ കണ്ടിട്ടുണ്ട്, കുംഭകർണൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ കാണുക മാത്രമല്ല, വരച്ച വരയെ നിർത്തി സാധനം മേടിച്ചിട്ടുണ്ട്. കൊണ്ടുപോടാ ഇങ്ങോട്ടൊന്ന്. മനസ്സിലായില്ല? ഇത് ഞാൻ പഠിച്ച കളരിയും നിങ്ങൾ പഠിക്കുന്ന കളരിയും തമ്മിലുള്ള അന്തരമായത്. ഈശ്വരനെ കാണുന്നതിലൊന്നും വലിയ മഹത്വമൊന്നുമില്ല. കണ്ടിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അതാ പ്രശ്നം. സാക്ഷാൽ ജഗന്നിയന്താവിനെ നേരെ മുമ്പിൽ കണ്ട് അങ്ങോരുടെ കയ്യിൽ നിന്ന് വരവും മേടിച്ച് അങ്ങോരുടെ നെറ്റിക്ക് നീട്ടി ഓടുകയാണ് പാവത്തിന്റെ കഷ്ടപ്പാട്. മനസ്സിലായില്ല? അത് വേറെ, ഈശ്വരൻ വേറെ. ഞാൻ പറഞ്ഞ ഉദാഹരണമൊക്കെ ക്ലാസിക്കലല്ല. ഞാൻ പറഞ്ഞ ഉദാഹരണമൊക്കെ നിങ്ങൾ പുരാണങ്ങളിലൊന്നും കണ്ടിട്ടുള്ളതല്ല, കേട്ടിട്ടുള്ളതല്ല. ആ ബ്രഹ്മാവെ തപശക്തി കൊണ്ട് വരുത്തി ചാരത്ത് നിർത്തി മേടിച്ചിട്ടുള്ളവരാ ഇവരൊക്കെ. അന്ന് വലിയ പാടല്ല. അതുപോലും പാടാ നമുക്ക്. അങ്ങനെ പറ ജിമ്മ. അതിനൊന്നും വലിയ കാര്യമില്ല. എന്താ സംശയിക്കുന്നത്? അവർ ജീവിതം മുഴുവൻ ആനന്ദിക്കുകയായിരുന്നു. ഈ ജീവിതം മുഴുവൻ ആനന്ദിക്കുന്നതാ മോക്ഷം. അല്ല അവനെ ആനന്ദമൊന്നും ഇല്ലാതെ ഈ കുത്തുവീർത്തിരിക്കുന്നതാ ഈ മോക്ഷം. സ്റ്റേജേ വരുമ്പോൾ മാത്രം ചിരിയും സന്തോഷവും, അത് കഴിഞ്ഞിറങ്ങുമ്പോഴൊക്കെ കിട്ടിയ ദക്ഷിണയുടെ പാത്രം എണ്ണി നോക്കിയിട്ട് ദുഷ്ടന്മാർ 2 വയസ്സായിട്ടിരിക്കുന്നു, 5 വയസ്സായിട്ടിരിക്കുന്നു. ഇതാ മോക്ഷം. ഉണ്ടാവേണ്ടതില്ല. ആനന്ദത്തിന്റെ മറുകര കണ്ടവർ അസ്മാദൃശന്മാരായിരിക്കണം നമുക്ക് മാതൃക.
ചുരുങ്ങിയ പക്ഷം ഈ ജീവിതത്തിൽ എനിക്ക് കടമയൊന്നേ ഉള്ളൂ എന്നൊന്ന് ചിന്തിച്ചു നോക്കി എന്ത് സുഖമുണ്ടെന്ന്. നോ, വെറുതെ ഒന്ന് വിചാരിച്ചു നോക്കി, ചെയ്യുമൊന്നും വേണ്ട. എന്റെ അവകാശത്തെ പറ്റി വെറുതെ ഒന്ന് വിചാരിച്ചു നോക്കി, എന്തൊരു അസ്വസ്ഥതയാണ്. അവകാശം എന്ന വാക്ക് തന്നെ അസ്വസ്ഥതയുടെയും ഏറ്റുമുട്ടലിന്റെയും യുദ്ധത്തിന്റെയുമാണ്. നോ, മനഃശാന്തി എന്ന് പറഞ്ഞാൽ തന്നെ മുഴുവനായില്ലേ? ആ ശാന്തി കിട്ടുന്നതെല്ലാം ആത്മബോധം പോയത്. എന്റെ ചിന്തയുടെ മണ്ഡലത്തിൽ ഓരോ റൈറ്റും എന്നെ അസ്വസ്ഥമാക്കുന്നതാ, എന്റെ മുറയിൽ കളയുന്നതാ. ഇൻസെന്റീവുകളും അവകാശങ്ങളും മാനവന്റെ കർമ്മത്തെ സഫലീകരിക്കുമായിരുന്നുവെങ്കിൽ മാനേജ്മെന്റ് സ്കൂളിലെ അധ്യാപകനേക്കാൾ ഗവൺമെന്റ് സ്കൂളുകളിലെ അധ്യാപകൻ ശോഭിക്കുകയും മാനേജ്മെന്റ് സ്കൂളുകളിൽ പിള്ളേരില്ലാതെ വരുമ്പോഴും ഗവൺമെന്റ് സ്കൂളുകളിൽ പിള്ളേർ കൂടുകയും ചെയ്യേണ്ടതായിരുന്നു. ഉദാഹരണം ഇൻസെന്റീവുകളും അവകാശങ്ങളും മനുഷ്യന്റെ കർമ്മശേഷിയെ വർദ്ധിപ്പിക്കുമെങ്കിൽ ട്രാൻസ്പോർട്ട് ബസ്സുകൾ കടുത്ത ലാഭത്തിലും പ്രൈവറ്റ് വണ്ടികൾ നഷ്ടത്തിലും ഓടേണ്ടതാണ്. ശരിയല്ല? ഇൻസെന്റീവുകളും അവകാശങ്ങളും മാനവനെ കർമ്മശേഷിയിലേക്ക് വളർത്തുമെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലോകമുട്ട വളരുകയും സ്വകാര്യ സ്ഥാപനങ്ങൾ തകർന്ന് തരിപ്പണമാവുകയും ചെയ്യേണ്ടതായിരുന്നു. $40 പൈസയ്ക്ക് സദ്യ ഉച്ചയ്ക്ക്, 1.5 മണിക്ക് 3 പൊറോട്ടയും കടലയും, ഒട്ടേറെ ആനുകൂല്യങ്ങൾ. അവിടെ ചുമടെടുക്കാൻ കയറിയാൽ പോലും ഗസറ്റഡ് ഓഫീസേഴ്സ് മേടിക്കുന്നതിനേക്കാൾ കൂടിയ ശമ്പളങ്ങൾ. ഇങ്ങനെ വളർന്നു വന്ന FACTയും മറ്റും ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് നോക്കുക. മനസ്സിലായില്ല? മാവൂർ 40% ബോണസ് തന്നെയോ? അത് പക്ഷേ മാവൂർ പ്രൈവറ്റാണ്. അത് തൊഴിലാളി മുതലാളി ബന്ധത്തിന്റെ തലങ്ങളിൽ മറ്റിതിഹാസങ്ങൾ വിരചിച്ചു പോവുകയുണ്ടായി. 30 പൈസയ്ക്ക് ഈ നാട്ടിലെ മുള മുഴുവൻ വെട്ടിത്തീർക്കുമ്പോൾ നോക്കിയിരിക്കാനേ നിങ്ങൾക്കാവുള്ളൂ. എഗ്രിമെന്റ് അതാണ്. മനസ്സിലായില്ല? അത് വളരെ കടുത്ത രസമാണ്. സോഷ്യലിസത്തിലൂടെ വളർന്ന സോഷ്യലിസ്റ്റ് മന്ത്രിയാണ് ആ എഗ്രിമെന്റിൽ ഒപ്പിട്ടത് എന്ന ചരിത്ര യാഥാർത്ഥ്യം കൂടി വരുമ്പോൾ തെറ്റും ശരിയും ഞാൻ പറഞ്ഞില്ല. ഒന്നിലും തെറ്റും ശരിയും ഞാൻ പറഞ്ഞില്ല. അത് നിശ്ചയിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ലല്ലോ. ഞാനതിലെ ആനന്ദാംശവും അതിൻ്റെ ചേതനയും മാത്രം തത്വചിന്താപരമായി അപഗ്രഥിച്ചു എന്നേ ഉള്ളൂ. കാരണം ഒന്നിലും തെറ്റില്ല. ആനന്ദവും അനന്തവും മാത്രമേ ഉള്ളൂ. ഫലത്തിൽ ആനന്ദമോ അനന്തമോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻസെന്റീവുകളൊന്നും മാനവന്റെ കർമ്മശേഷിയെ വർദ്ധിപ്പിക്കാറില്ല.
ഇൻസെന്റീവുകൾ കർമ്മശേഷിയെ വർദ്ധിപ്പിക്കാൻ കൊടുത്ത് അവസാനം ഇൻസെന്റീവിലെ ആഗ്രഹം കൊണ്ട് പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നിടത്ത് നിങ്ങളുടെ ജോലികളെത്തി. ശരിയല്ല. VRS വിത്ത് ഗോൾഡൻ ഹാൻഡ്. കൈയല്ല കൊടുക്കുന്ന, ഗോൾഡൻ ഹാൻഡ്. അങ്ങനല്ലേ എന്ന് പറയുന്നത്? നോ, ഗോൾഡൻ ഹാൻഡ്. ഗോൾഡൻ ഹാൻഡ്, നോട്ട് ഷെയ്ക്ക് ഹാൻഡ്. ഷെയ്ക്ക് ഹാൻഡിൽ കൈ ഇളകും, ഗോൾഡൻ ഹാൻഡിൽ കൈ അനങ്ങൂല. ഇറ്റ്സ് വെരി പുവർ. ശരിയല്ല? അതുകൊണ്ട് ആധ്യാത്മിക തലത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ബഹിരംഗ സാധനയുടെ സ്വരൂപവും ഹേതുവും ഫലവും. ഫലത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് ചാടിത്തുടങ്ങിയത്. ആ ഫലചിന്തനം വളരെ വിപുലവുമാണ്. ആ ഫലത്തെ നിയന്ത്രിക്കുന്നത് നാമല്ലെന്ന യാഥാർത്ഥ്യമാണ് ഏറ്റവും വലുത്. യാതൊരുവിധ കർമ്മത്തെയും യാതൊരുവിധ ബഹിരംഗ സാധനയെയും എടുത്തപഗ്രഥിച്ചാൽ അതിൻ്റെ ഫലചിന്തനത്തിൽ രണ്ട് ദാർശനിക രീതികൾ ഞാൻ പറഞ്ഞു നിർത്തിയിരുന്നു രാവിലെ. കാലം, ദേശം, ദ്രവ്യം, പ്രകൃതി, അദൃഷ്ടം, സാഖ്യമനുസരിച്ച്. ഇങ്ങനെ 5 ഘടകങ്ങൾ ഉൾപ്പെടും. മാനവൻ മറന്നുപോകുന്നൊരു യാഥാർത്ഥ്യമാണ്. കാലം, ദേശം, തെറ്റി എഴുതരുത്. കാലം, ദേശം, ദ്രവ്യം, പ്രകൃതി, അദൃഷ്ടം. മറ്റത് 5 അധിഷ്ഠാനം, കർത്താവ്, കരണം, ചേഷ്ട, ദൈവം. ഇങ്ങനെ 5 ഉണ്ടാവും. അത് ഗീതയിൽ പറയുന്നതാണ്. 18-ാം അധ്യായം 13-ാം ശ്ലോകമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശ്ലോകമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. അതെൻ്റെ ഒരു നമ്പരായി കൂട്ടിയാൽ മതി. ഞങ്ങൾ ഈ സ്വാമിമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ സ്വാമിമാരൊക്കെ പ്രസംഗിക്കുമ്പോൾ ഈ കൃത്യമായിട്ട് നമ്പരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് അത്ഭുതപ്പെടും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് ചെയ്യുന്നൊരു നമ്പരാണ്. എന്തൊരു ഓർമ്മ എന്നൊക്കെ പറയുമല്ലോ. അത് ഞങ്ങളുടെ ഭക്തന്മാരെ ഞങ്ങൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. പുസ്തകം എടുത്ത് കാണിച്ചിട്ടുണ്ടോ? എന്തൊരു ഓർമ്മ. ഞാൻ അന്നേ പറഞ്ഞില്ലേ, അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്കല്ല, ഈ കാണിക്കുന്ന ഭക്തനുള്ളതാണ്. എൻ്റെ സ്വാമി മനസ്സിലായില്ല. നിനക്കൊക്കെ വല്ലതും അറിയാവോടാ? അപ്പം ഇത് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ എങ്ങനെ കാണിക്കുമ്പോൾ ഉറപ്പായി തീരുമാനിച്ചോണം അത് എൻ്റെ ഭക്തൻ തന്നെയാണെന്ന്. സോ പഞ്ചൈതാനി മഹാബാഹു കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. എന്നിട്ടാണ് ഭഗവാൻ പറയുന്നത്, അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. അതിലേറ്റവും ക്ലിഷ്ടമായ, നിയന്ത്രണത്തിൽ ഒരു പിടിയും തരാത്ത ശബ്ദമാണ് അദൃഷ്ടം, ദൈവം. ബാക്കിയൊക്കെ നമുക്ക് ഒരുമാതിരിയൊക്കെ ഒപ്പിക്കാം. കാലം, അതൊക്കെ അനുകൂലമാക്കാൻ പല പദ്ധതികളുമുണ്ട്. കുറേ ഇരുന്ന് പഠിച്ച് കാലത്തെ അനുകൂലമാക്കി എടുക്കാം. കുറേയൊക്കെ ദേശവും അനുകൂലമാക്കാം. ദ്രവ്യത്തെയും തെരഞ്ഞെടുത്ത് അനുകൂലമാക്കിയെടുക്കാം കുറേയൊക്കെ. പ്രകൃതിയെയും
ഒരുമാതിരി വശത്താക്കാം. അദൃഷ്ടത്തെ പറ്റില്ല. ഇങ്ങനെയാവും അതെന്നുള്ളതിന് യാതൊരു പ്രോബബിലിറ്റിയില്ല. തൊണ്ണൂറ്റിയൊൻപത് പ്രാവശ്യം ഒരു കോയിൻ എടുത്ത് അതിൻ്റെ ഹെഡോ ടെയിലോ വരുന്നു എന്ന് വിചാരിച്ച് ടോസ് ചെയ്താൽ 99 പ്രാവശ്യവും ഹെഡ് വന്നു കഴിഞ്ഞ് 100ാമത്തെ പ്രാവശ്യം ഇടുമ്പോൾ മുഴുവൻ പേര് ഒന്നിച്ച് ഹെഡെന്ന് പറഞ്ഞാലും ഹെഡ് വരണമെന്നില്ല. 1% ആക്സെപ്റ്റൻസ് റീജിയൻ 100% റിജക്ഷൻ റീജിയണും 100% ആക്സെപ്റ്റൻസ് റീജിയണുമാണ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ടെസ്റ്റ് ഹൈപ്പോത്തസിസിൽ മനസ്സിലായില്ല. 1% പ്രോബബിലിറ്റിയും 99% പ്രോബബിലിറ്റിയും ഒന്ന് തന്നെയാണ്. മനസ്സിലായില്ല. ഇവിടെയാണ് കണ്ണ് തള്ളിപ്പോകുന്നത്. വൈദ്യശാസ്ത്രവും മറ്റും ദുരൂഹമായി നിന്നു പോകുന്നത് അവിടെയാണ്. ദുരൂഹമായി 100 ഓപ്പറേഷൻ വിജയകരമായി നിർവഹിച്ചു കഴിഞ്ഞ ഒരു ഡോക്ടറുടെ കയ്യിലേക്ക് നിസ്സാരമായൊരു ഓപ്പറേഷൻ രോഗിയെ കൊണ്ടുപോകുമ്പോൾ ബന്ധുക്കൾ ആ ഡോക്ടറാണെന്നുള്ളത് കൊണ്ട് ശാന്തമായിരിക്കുമ്പോൾ നഴ്സുമാരും മറ്റുള്ളവരും വന്ന് എന്തൊരു കൈയാണതെന്നറിയോ, ജീവൻ കൊടുക്കുന്ന കൈയാണെന്ന് പറഞ്ഞു തീരുമ്പോൾ അങ്ങോട്ട് നടന്നു പോയവൻ ഇങ്ങോട്ട് പെർപെൻഡിക്കുലാരിറ്റി ഹാസ് ബീൻ ചേഞ്ച്ഡ് ഇൻടു ഹൊറിസോണ്ടാലിറ്റിയിൽ വരുമ്പോൾ കണ്ണ് തള്ളി നിൽക്കാനേ പറ്റും. ഒന്നും ചെയ്യാനാവില്ല. അദൃഷ്ടം എല്ലാ ദൃഷ്ടങ്ങളെയും ഉല്ലംഘിക്കുന്നത്. ഞാൻ 5 പറഞ്ഞപ്പോൾ അപ്പുറത്ത് അത് ദൈവം എന്ന് പറഞ്ഞു, ഇപ്പുറത്ത് അദൃഷ്ടം എന്ന് പറഞ്ഞു. പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. ഏത് പേര് നിങ്ങളിട്ടാലും സാധനം ഇതാണെന്ന് മനസ്സിലാകണം. ഇത് മനസ്സിലാകാതെ ഏത് പേരിട്ടിട്ടും കാര്യമില്ല. നിങ്ങൾ ചാൻസ് എന്ന് പറഞ്ഞോളൂ. നിങ്ങൾ ചാൻസ് എന്നോ വിധിയെന്നോ ഡെസ്റ്റിനി എന്നോ ഭാഗ്യമെന്നോ ദൗർഭാഗ്യമെന്നിനി വിളിച്ചാലും എനിക്ക് വിരോധമില്ല. ഇത് ഭാഗ്യമാണോ സ്വാമി? ദൗർഭാഗ്യമല്ലേ അങ്ങോട്ട് നടന്നു പോയവൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്? ഇറ്റ്സ് റൈറ്റ്. അവന്റെ ഭാഗ്യവും വീട്ടുകാരുടെ ദൗർഭാഗ്യവും. കാരണം ഈ ഇടയെന്നൊക്കെ so it is up to you to decide. അതുകൊണ്ട് ഈ 5 ഘടകങ്ങളിൽ ഏറ്റവും നിർണായകം അദൃഷ്ടമല്ലെങ്കിൽ ദൈവമല്ലെങ്കിൽ ചാൻസ് അല്ലെങ്കിൽ ഡെസ്റ്റിനി അല്ലെങ്കിൽ വിധി അല്ലെങ്കിൽ ഇനി എന്താ പേരുള്ളത്, അത് പേരിൽ ഏത് വഴക്ക് നിങ്ങൾ ഉണ്ടാക്കിയാലും എന്തോ ഒന്ന്. Am I right? മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശവശരീരം, ശവത്തോട് അമിത പ്രതിപത്തിയുള്ള ഒരു അറ്റൻഡർ അകത്ത് എന്ന് എന്തോ കാട്ടിക്കഴിയുമ്പോൾ
ആ പെൺകുട്ടി നടന്നു വരുന്നത് കണ്ട് പേടിച്ചോടി ബന്ധുക്കളെ വിളിച്ചു വരുത്തി. കാരണം 3 ദിവസമായി മോർച്ചറിയിൽ വെച്ചിരിക്കുന്ന ശവം നടന്നു വരുന്നത് കണ്ട് കുട്ടിയെ ജീവനോടെ തിരിച്ചു കിട്ടിയെന്ന് പണ്ടൊരു പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. വായിച്ചിരുന്നോന്നറിയില്ല. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോന്നറിയില്ല. വായിച്ചിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജെന്ന് തോന്നുന്നു. എന്തു പറയും? വൈദ്യശാസ്ത്രം മൃത്യുവിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുത്ത് ശവം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുമ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് നടന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. ഒരുപാട് ദൂരെയൊന്നും പോകണ്ട. പയ്യന്നൂർ ക്ഷേത്രത്തിനടുത്ത് പണ്ടൊരു ചത്തമ്പി ഉണ്ടായിരുന്നു. നിങ്ങൾക്കാർക്കും ഓർമ്മയില്ല? ചത്തമ്പിയെ നിങ്ങളാരും കണ്ടിട്ടില്ല? മാഷന്മാരെയല്ലോ കണ്ടിരിക്കാൻ വഴിയുണ്ടല്ലോ. ചത്ത അമ്പിയതാണ്. അതുകൊണ്ടാണല്ലോ അവൻ ചത്ത അമ്പിയായത്. ചത്ത അമ്പിപ്പോയതാണ്. പറഞ്ഞാൽ മനസ്സിലായില്ല? ഓർമ്മയില്ല? കേട്ടതേ ഉള്ളൂ. ശവം ദഹിപ്പിക്കാൻ എടുത്തു വെച്ചതാ. അവിടുന്ന് പതുക്കെ തീയിട്ടപ്പോഴത്തേക്കാണെങ്കിൽ എഴുന്നേറ്റ് വന്നത്. അടി തീ പിടിച്ചു. ചിരട്ട കത്തിക്ക് തുടങ്ങിയപ്പോഴേക്കാണ്, വറളി കത്താൻ തുടങ്ങിയപ്പോഴേക്കാ പതുക്കെ ഒരു കുലുക്കമൊക്കെ ആയിട്ട് ചാടി ആളെ എഴുന്നേറ്റ് വന്നത്. ഈ മൂടി കെട്ടിയതോടുകൂടി കുറെ കാലമായിട്ടുള്ളൂ. ഇവർക്കൊക്കെ പരിചയം ഉണ്ടാവണല്ലോ. കേട്ടിട്ടില്ല? അടുത്ത കാലത്താ മരിച്ചേ. നാട്ടുകാരൊരു സദ്യയൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ച് കത്തിച്ച് ഇതുമായിട്ട് തിരുനെല്ലിക്ക് പോകാമെന്നൊക്കെ വിചാരിച്ച് ബന്ധുക്കള് കാര്യമായി എടുത്തു വെച്ച് അടി തീയുമൊക്കെ പൂട്ടി കാത്തിരിക്കുമ്പോഴാണ് ഇപ്പൊ എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഇവനെ എഴുന്നേറ്റ് വരുന്നത്. എന്തൊരു പണി! ഒരു നിശ്ചയമില്ലേ ഒന്നിനും, ഓരോ ദിശ വന്ന പോലെ പോവും. പിന്നെ ആലോചിക്കുക, കർമ്മത്തിന്റെയും ബഹിരംഗ ലോകത്തിന്റെയും തലങ്ങൾ എത്ര നിഗൂഢമാണ്. ഈയൊരു ദാർശനിക തലത്തിൽ നിന്നാണ് ഭാരതീയ ദാർശനികന്മാർ പ്രിയത്തിന്റെയും അപ്രിയത്തിന്റെയും മധ്യബിന്ദുവിലൂടെ, രാഗത്തിന്റെയും ദ്വേഷത്തിന്റെയും മധ്യബിന്ദുവിലൂടെ, ഋതത്തിന്റെയും അനൃതത്തിന്റെയും മധ്യബിന്ദുവിലൂടെ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ആചാരത്തിന്റെയും അനാചാരത്തിന്റെയും മധ്യബിന്ദുക്കളിലൂടെ ഒരു ജീവിതയാത്രയുടെ സാധ്യത ആധ്യാത്മിക ഭൂവിൽ കെട്ടിപ്പടുത്തത്. അതവർ ജീവിച്ചു നോക്കി. ജീവിതരംഗങ്ങളിൽ അവകാശങ്ങൾക്കു പകരം കർത്തവ്യങ്ങളെ പ്രതിഷ്ഠിച്ച് ഓരോ കർത്തവ്യവും തീരുമ്പോൾ തന്റെ സൂക്ഷ്മ ശരീരത്തിന്റെ ലാഘവം വിപുലമായി അവരനുഭവിച്ചു. ഓരോ അവകാശവും ഭാരമായി അവർക്ക് തോന്നി. ഇന്നും അവകാശവും കർത്തവ്യവും എടുത്താൽ ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് ആലോചിച്ച് നോക്കി. ജീവിതത്തിന്റെ ഓരോ അവകാശവും ഭാരമാവുകയും, is it right?